thing accelerate faster than your regular R15 V4. നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 15 രൂപയ്ക്ക് വണ്ടി നിങ്ങൾക്ക് ഫുൾ ചാർജ് ആകാൻ പറ്റും. അതിന് 100 കിലോമീറ്റർ ഓടുന്നതൊക്കെ ലാഭമൊക്കെ തന്നെയാണ്. പക്ഷേ അതിന് നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ മോഡ് മാറ്റാൻ പറ്റും. പക്ഷേ ഓടിച്ചുകൊണ്ട് സമയത്ത് ഈ ഒരു ടച്ച് നിങ്ങൾക്ക് വർക്ക് ആവില്ല. നിങ്ങൾക്ക് ഈ ജോയ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ വഴിയിലാവും, അത് ഉറപ്പാണ്. പിന്നെ എക്കോയിലാണ്. ഇപ്പോൾ ഞാൻ ഇത് റൈഡ് മോഡിൽ ആക്കിയിട്ടുണ്ട്. 110 ഉണ്ടായിരുന്ന റേഞ്ച് 90 കുറഞ്ഞിട്ടുണ്ട്. ഗൈസ് ദിസ് ഈസ് ഐദ 450X. ഞാൻ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് വണ്ടിയാണിത്. അത് പറയുന്ന ചുമ്മാ അല്ല, അത് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഓല, കൊമാക്കി അതിനൊക്കെ ഒരുപാട് പേര് പോരായ്മകളും കുറ്റങ്ങളും പറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഒരു കാര്യമേ ഇതുവരെ കണ്ടിട്ട് ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി തന്നെ ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ സർവീസ് ആയാലും കോസ്റ്റ് ആയാലും മെയിൻ്റനൻസ് ആയാലും മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നല്ല രീതിക്ക് ബെറ്ററാണ്. പിന്നെ മിറേഴ്സൊക്കെ നല്ല രീതിക്ക് ക്വാളിറ്റി ഉള്ള മിറേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല രീതിക്ക് വിസിബിലിറ്റി ഉണ്ട്. ഇതിൽ ഏതൊരു പോലെ ടച്ച് സ്ക്രീൻ ഉണ്ട്. പക്ഷേ ലോക്കൊന്നുമല്ല. മഴയത്തൊന്നും നിങ്ങൾക്ക് കയറി നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നമുക്ക് ഈ ഉണക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇത് ഓണായി വരും. പിന്നെ ഹെഡ്ലൈറ്റ് ഓണാവും. ജസ്റ്റ് ബ്രേക്ക് പിടിച്ച് സ്കൂട്ടി സ്റ്റാർട്ടാക്കുന്ന പോലെ ഈ കിക്ക് അടിച്ച് കഴിഞ്ഞാൽ, അല്ല ഇതിപ്പോൾ കിൽ സ്വിച്ചാണ് ഓൺ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ടായിട്ടുണ്ട്. അറിയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ഗ്രാഫിക്സൊക്കെ കറക്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. പിന്നെ റിവേഴ്സിൽ ഇടാനാണെങ്കിൽ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി റിവേഴ്സാണ്. പക്ഷേ റിവേഴ്സ് നിങ്ങൾ അധികം കൈ കൊടുത്താലും മാക്സിമം ഒരു 5 കിലോമീറ്റർ സ്പീഡിൽ ഇത് പോകും. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. എങ്കിലും ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇത് റിവേഴ്സിലാണോ അല്ലേ എന്നൊന്ന് നോക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. 5 കിലോമീറ്ററേ പോയാലും തൊട്ടടുത്ത് വണ്ടിയൊക്കെ കൊണ്ടുവച്ച് ഇടിച്ചാൽ പണി കിട്ടും. ഇതിലെ മോഡ്സും കാര്യങ്ങളൊക്കെ 4 മോഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കറൻറ്റ്ലി എക്കോ മോഡിലായിട്ടേക്കുന്നത്. എക്കോ മോഡിൽ കാണിച്ചിരിക്കുന്ന റേഞ്ച് 110 ആണ്. അവൻ പറഞ്ഞത് പതുക്കെയൊക്കെ പോയി കഴിഞ്ഞാൽ 111 വന്നിട്ടൊക്കെ കിട്ടും. സ്പീഡ് പോയി കഴിഞ്ഞാൽ അതിൽ കുറയുന്നതാണ്. ഈ ഒരു എക്കോ മോഡിൽ കുറച്ച് പവർ കുറവായിരിക്കും. മോഡ് മാറ്റുന്ന സ്വിച്ച് ഇതാണ്. ഇപ്പോൾ ഇത് എക്കോയിലാണ്. ഇപ്പോൾ ഞാൻ ഇത് റൈഡ് മോഡിൽ ആക്കിയിട്ടുണ്ട്. 110 ഉണ്ടായിരുന്ന റേഞ്ച് 90 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ കുറച്ച് പവർ ഇൻക്രീസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് പവർ പ്രൊഡ്യൂസ് ചെയ്യും, ഒരുപാട് എനർജി നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത മോഡ് സ്പോർട്ട് മോഡിലാണ്. അപ്പോൾ 90 അത് 85 ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും പവറുള്ള മോഡിലോട്ട് പോവാം. ഇതാണ് വാർപ്പ്. അതിലിടുമ്പോഴത്തേക്ക് 75 കിലോമീറ്റർ കിട്ടും. ഇലക്ട്രിക് ഓടിച്ച് നല്ല പെർഫോമൻസ് കിട്ടും. പക്ഷേ റേഞ്ച് വളരെയധികം കുറവായിരിക്കും. പിന്നെ ഇതിലെടുത്തുകൊണ്ട് പോകുമ്പോഴേക്ക് പൊന്മുടിയിലൊക്കെ പോയായിരുന്നു. ആ സമയത്ത് 2 പ്രാവശ്യം ചാർജ് ചെയ്തിട്ട് വന്നിട്ടും അതും ഫുൾ ചാർജൊന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ വന്ന് രാത്രി ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് തിരിച്ചും വീട്ടിലോട്ട് തള്ളയൊക്കെ ചെയ്ത്. അപ്പോൾ ലോങ്ങൊക്കെ പോവുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസും റേഞ്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോകുന്നത് എന്തൊരു ബെറ്റർ ആയിരിക്കും. കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ വഴിയിലാവും, അത് ഉറപ്പാണ്. പിന്നെ ഡിമ്മും ബ്രൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിമ്മാണ്. ബ്രൈറ്റ് ആകുമ്പോൾ ആ ചിവറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗ്രിപ്സൊക്കെ നല്ലൊരു പ്രീമിയം ഫിനിഷോടുള്ള ഗ്രിപ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടച്ച് സ്ക്രീൻ വർക്ക് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് വേണം കൺട്രോൾസൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതിൽ ഇൻബിൽഡായിട്ട് മാപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫോണൊന്നും കണക്റ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പം പറഞ്ഞത് ഒരു 3 വർഷത്തേക്ക് ഇതിൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മാപ്പ് ഇതിൽ നോക്കി പോകാം. ഫോൺ വേണമെങ്കിൽ ചുമ്മാ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഇടാനും പറ്റും. തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് അത്യാവശ്യം സ്പേസ് ഒക്കെ കൊണ്ട് പക്ഷേ വലിയ ആക്സർ അങ്ങനത്തെ ഹെൽമെറ്റൊന്നും വെക്കത്തില്ല. ജസ്റ്റ് ഇതേപോലത്തെ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റൊക്കെ നിങ്ങൾക്ക് എടുത്തിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. ഇതിനകത്തൊരു സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അത് രാത്രി ഈ ഒരു സീറ്റൊക്കെ തുറക്കുകയാണെങ്കിൽ അഡീഷണൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ വെട്ടം തന്നെ കിട്ടും. ഇതാണ് കുറച്ച് വണ്ടി ഓടിച്ചു സംസാരിക്കും. ഇതിൻ്റെ ഇങ്ങനൊരു സ്റ്റാൻഡിൽ വരുന്നത് ഒരു ഇലയിലായിട്ട് ഡിസൈൻ തന്നെ. ഇവിടെ നിന്ന് ചവിട്ടി നിങ്ങൾക്ക് സ്റ്റാൻഡ് ഇടാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ വണ്ടി നൂത്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വണ്ടി വലിയ വെയിറ്റ് ഒന്നുമില്ല. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ 3 വരുന്നുണ്ട്. ആർക്ക് വേണോ എടുത്ത് ഓടിക്കാം. കൊച്ചു പിള്ളേർക്കൊക്കെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ എടുത്ത് ഓടിക്കും. കുറച്ച് ടാസ്ക് ആയിരിക്കും വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എക്കോയിലിട്ട് വണ്ടി എടുക്കാം. പിന്നെ ഇതിൽ ചെയിൻ ഡ്രൈവ് ഒന്നുമല്ല, ഒരു ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. എഞ്ചിനസ് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞാലും എന്തോ ഒരു കാര്യം ചെയ്യണമെന്ന് അവൻ പറഞ്ഞു. ഷോറൂമിൽ അങ്ങനെ പറഞ്ഞു. ചെറിയ രീതിക്ക് സൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാൻ പറ്റില്ല, ചെറിയ സൗണ്ട് ഉണ്ട്. ബെൽറ്റ് ഡ്രൈവ് ഒന്നും കംപ്ലീറ്റ്ലി മെയിൻ്റനൻസ് ഫ്രീ ഒന്നുമില്ല. ചെറിയ രീതിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്തായാലും. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു വാചകം പറഞ്ഞായിരുന്നു, ദിസ് തിങ് ആക്സിലേറ്റ് ബെറ്റർ ദാൻ യുവർ റെഗുലർ R15 V4. അത് ഞാൻ ചുമ്മാ പറഞ്ഞില്ല, സത്യമാണ്. V4-നല്ല എൻ്റെ വണ്ടിയുടെ അത്രയൊക്കെ തന്നെ ആക്സിലറേഷൻ ഉണ്ട്. ഞാനത് പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് എക്കോ മോഡിലാണ്. ഇതിൽ വലിയ പവറൊക്കെ ഉണ്ട്. നമുക്കിനി മോഡ് മാറ്റി ഇപ്പോൾ റൈഡ് മോഡ് ഇട്ടിട്ടുണ്ട്. ആ ഒരു സൗണ്ട് നല്ല രീതിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 15 രൂപയ്ക്ക് വണ്ടി നിങ്ങൾക്ക് ഫുൾ ചാർജ് ആകാൻ പറ്റും. അതിന് 100 കിലോമീറ്റർ ഓടുന്നതൊക്കെ ലാഭമൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ എന്തുമാത്രം പ്രാക്ടിക്കലാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം പൊല്യൂഷൻ ഫ്രീ ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഈ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് കുറച്ച് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കി കോളൊക്കെ കത്തിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി നമ്മുടെ നാച്ചർ പൊല്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളെന്ന് ഡയറക്റ്റ് പൊല്യൂട്ട് ആവാനുള്ള കാര്യം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു വണ്ടി 15 രൂപയ്ക്ക് ഇത്ര കിലോമീറ്റർ ഓടി ലാഭിക്കാൻ പറ്റിയാലും ഇതിൻ്റെ ബാറ്ററിയൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഒരുപാട് ബാറ്ററിയൊക്കെ എത്ര നാൾ നിൽക്കുമെന്നൊക്കെ നോക്കണം. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ഒരു ബാറ്ററി കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ തന്നെ ഈ വണ്ടിയുടെ മോസ്റ്റ് ഓഫ് ദ ഫേസ് ഈ ബാറ്ററി എന്നാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഉണ്ടെന്ന്
ഒരുപാട് നാൾ ഓടിക്കുമ്പോൾ നമുക്ക് കണ്ടറിയാം എന്തുമാത്രം ലാഭം വരുന്നുണ്ടെന്ന്. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട് ഇതിന്. ഇപ്പോൾ പഠിക്കുന്ന പയ്യന്മാരൊക്കെയാണെങ്കിൽ ഒരു വണ്ടി എടുത്ത ലാഭമായിരിക്കും. ചിലപ്പോൾ വീട്ടുകാർ വണ്ടിയൊക്കെ മാത്രമായിരിക്കും ബൈക്കൊക്കെ ആയിരിക്കും എടുത്ത് കൊടുക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും പോകാൻ പെട്രോളൊന്നും മേടിക്കാൻ അങ്ങനെ പൈസയൊന്നും കൊടുക്കണമെന്നില്ല. ആ ഒരു സമയത്ത് ഈ ഒരു ഇലക്ട്രിക് വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കിടിലായിട്ട് കറങ്ങാൻ പോകും. കാരണം എല്ലാ വീട്ടിലും കറണ്ട് കാണും. കറണ്ട് ചാർജ് ചെയ്യുന്നത് ആരും ചാർജ് ചെയ്തതെന്നും പറയില്ല. അപ്പോൾ വീട്ടുകാർ പൈസയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും എടുത്തുകൊണ്ട് പോകാം. അതാണ് എനിക്ക് ഇതിനൊരു നല്ലൊരു ബെനിഫിറ്റായിട്ട് തോന്നിയത്. കാരണം പെട്രോൾ അടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അപ്പം ഫണ്ട് വേണം. പക്ഷേ കറണ്ട് എല്ലാവരുടെ വീട്ടിലും കാണും. നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക് സ്റ്റോറി കണക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഫ്രണ്ട് ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പക്ഷേ ABS ഒന്നുമില്ല, സ്കിഡൊക്കെ ആവും എന്നാണ് അവൻ പറഞ്ഞത്. ഈ ഒരു വണ്ടി ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. ഞാൻ കോളേജിൽ പോകുന്നിട്ട് സിഗ്നൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഓർത്ത ഷൂ എന്ന് പറഞ്ഞ എല്ലാ ദിവസവും കൊതുകിനൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകായിരുന്നു. അന്ന് ഞാൻ ഇതിന് ഇത്ര പവർ വിചാരിച്ചില്ല. പിന്നെ ഒരു ദിവസം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവനെ ഒന്ന് തോപ്പിക്കാൻ വേണ്ടി കൂടെ പിടിക്കാൻ നോക്കിയിട്ട് വണ്ടി പിടിച്ചില്ല. എൻ്റെ ഒരു BS3 പൾസർ AS 200 ആണ് കേസ്. ഇപ്പോൾ ഞാൻ ഒന്ന് ഗിയർ മാറാൻ നോക്കിയതാണ് ബൈക്കിലെ പോലെ. അപ്പോൾ അവൻ എടുത്തോണ്ട് പോകുന്നു. ഒരു ദിവസം ഞാൻ കൂടെ പിടിക്കാൻ നോക്കിയിട്ട് എനിക്ക് അവൻ്റെ പിടിക്കാൻ പറ്റുന്നതേ ഇല്ല. അത് ഒരു ആക്സിലറേഷൻ എൻ്റെ വണ്ടിയുടെ അത്ര ഇല്ലെങ്കിലും ഒരു V4ൻ്റെ കാടിയൊക്കെ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഫുൾ ടൈം ആ ആക്സിലറേഷൻ ഇല്ല. ഒരു 40 to 50 വരെ ഇത് കയറുന്ന സ്പീഡിൽ എൻ്റെ വണ്ടിക്കും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ V4 ഒന്നും എന്തായാലും കയറില്ല. V4 ആക്സിലറേഷൻ ഉണ്ട്. പക്ഷേ 50-60 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടീനെ കിടലായിട്ട് അടിച്ച് കയറി പോകാൻ പറ്റും. ഇതിനെ ഫ്രൈഡിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എടുക്കുമ്പോഴത്തേക്ക് 50-60 ആക്സിലറേഷൻ നല്ല രീതിക്ക് പെട്ടെന്നാണ് കയറുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പെട്ടത്തിൽ ഇത് 50-60 എത്തും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ലാഗാണ്. ലാഗ് എന്ന് വെച്ചാൽ മറ്റേ വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫ്രൈഡോട് ചെറിയൊരു തേരി ഉണ്ടെങ്കിലും അവിടെ നമുക്ക് 60 ആക്സിലറേഷൻ പെട്ടെന്ന് അടിച്ച് പോകാൻ പറ്റും. ഇപ്പം ഞാൻ വരുന്നത് റൈഡ് മോഡിലാണ്. ഇതിൽ റേഞ്ച് കുറവാണ്. അപ്പോൾ ഓരോ മോഡ് മാറ്റിയൊക്കെ ഓടിക്കാൻ റേഞ്ച് കുറയും. ഇതൊക്കെ പോകണമെങ്കിൽ കറക്റ്റ് ചാർജൊക്കെ ചെയ്ത് കൂട്ടി പോകാതിരിക്കുക. ഇതിനോട് പോർട്ടബിൾ ചാർജർ വരുന്നുണ്ട്. അതൊന്ന് വണ്ടിക്ക് എടുത്തിട്ടേക്കുക. ഏതെങ്കിലും വീട്ടിലെങ്കിലും കയറിയില്ലെങ്കിൽ ഇതിനിപ്പോൾ ചാർജിങ് പോർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് ഇതിൻ്റെ ആപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട്. ദൂരമുള്ള സ്ഥലങ്ങൾ ഈ ഒരു ചാർജിങ് പോർട്ട് ഉണ്ടെന്ന്. പിന്നെ എൻ്റെ സൗണ്ടൊന്നുമില്ല. അതെനിക്കെന്തോ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. ഈ വണ്ടി അടുത്തൂടെ പോയാൽ പോലും അറിയത്തില്ല. ആ ഒരു ബെൽറ്റ് ഡ്രൈവിൻ്റെ നോയ്സ് എത്തി ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട്. എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ബേസിക്കലി നമുക്ക് തിരിച്ച് പോകുമ്പോൾ ഇത് സ്പോർട്സിലിട്ട് പോകാം. പിന്നെ ഇത് വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓടിക്കാൻ വേണ്ടി. മറ്റത് ഓരോ കോർണറൊക്കെ വരുമ്പോൾ ചെറിയ ഒരു ഗിയറൊക്കെ ഡൗൺ ചെയ്ത് റിവൊക്കെ ചെയ്ത് കയറി പോകുന്നൊരു ഫീലൊന്നും ഇതിൽ കിട്ടില്ല. ജസ്റ്റ് വീട്ടിലൊക്കെ വാങ്ങിച്ച് ഓടിച്ച് മുതലാക്കാം. വഴിക്കൊക്കെ പോകണമെങ്കിലും ട്രെയിൽ ഡ്രൈവിനൊക്കെ എടുക്കാം. പക്ഷേ എനിക്ക് ഈ ഇലക്ട്രിക് വണ്ടി അത്ര ഒരു ഇഷ്ടമല്ല. അത്യാവശ്യം ലുക്കും കാലൊക്കെ ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സൊക്കെ നല്ല രീതിക്കുണ്ട്. വണ്ടി നല്ല രീതിക്ക് അഡ്വാൻസ്ഡ് ആണ്. ഇതിപ്പോൾ 3 വർഷത്തേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോണൊന്നും കണക്ട് ചെയ്യില്ലെങ്കിൽ മാപ്പൊക്കെ നോക്കി എല്ലാ സ്ഥലത്തും പോകാനൊക്കെ പറ്റും. ബ്രേക്ക് അവൻ ABS ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കാൻ ചെറിയിരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നിർത്തി തിരിഞ്ഞ് പോവാം. എന്തായാലും തിരിക്കുന്നു. നമുക്ക് റിവേഴ്സ് ഇട്ട് തന്നെ തിരിക്കാം. ഇപ്പോൾ വണ്ടി റിവേഴ്സിലാണ്. ഓക്കെ, റിവേഴ്സ് ഇട്ട് തിരിച്ചു. ഇനി നമുക്ക് വീണ്ടും ഫ്രണ്ടിലോട്ടിടാം. നമുക്ക് ഈ വണ്ടി ഒന്ന് സ്പോർട്സ് മോഡിൽ ഇട്ടെടുക്കാം കേസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പോർട്സ് മോഡിലല്ല, ആ സ്പോർട്സിൽ കുറച്ച് ഓടിച്ചിട്ട് പിന്നെ നമുക്ക് റാപ്പിലോട്ട് പോവാം. ഈ സ്പോർട്സ് മോഡിലൊക്കെ നല്ല രീതിക്ക് പവറുണ്ട്. പിന്നെ ആ ഒരു ബെൽറ്റ് ഡ്രൈവിൻ്റെ സൗണ്ട് കൂടെ ചേർത്ത് എന്തോ ടർബോ ഓണാവുന്നു, ഷൂന്ന് ഫ്ലൈറ്റ് പോകുന്ന രീതിയിലൊരു സൗണ്ടിലാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ റാപ്പിലൊക്കെ എന്തുമാത്രം പവറാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൻ്റെ റേഞ്ച് കുറയുന്ന വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എന്തുമാത്രം പവർ വേരിയേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന്. പക്ഷേ ഈ വളവൊക്കെ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓടിച്ച് പരിചയമില്ലാത്തവരാണ്. സ്ഥിരം ഓടിക്കുന്നവർക്കാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് എന്തായാലും വരില്ല. നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ മോഡ് മാറ്റാൻ പറ്റും. പക്ഷേ ഓടിച്ചുകൊണ്ട് സമയത്ത് ഈ ഒരു ടച്ച് നിങ്ങൾക്ക് വർക്ക് ആവില്ല. നിങ്ങൾക്ക് ഈ ജോയ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ 1-2 ദിവസം വണ്ടി കൈ കിട്ടിയാലേ എല്ലാം പഠിക്കത്തുള്ളൂ. ഇനി നമുക്കിൻ്റെ മോഡ് മാറ്റി ഇപ്പോൾ വണ്ടി റാപ്പിലാണ് എടുക്കുന്നത്. ഫുൾ ചാർജിൽ ഇപ്പോൾ 73 കിലോമീറ്റർ മാത്രം. ഫുൾ ചാർജ് കാണില്ല. ഞാൻ 2 റൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഓടിയായിരുന്നു. ഈ റാപ്പിൽ വണ്ടി നല്ല രീതിക്ക് പവറുണ്ട്. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം നോർമൽ മോഡലൊക്കെ ഇട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലത്. എക്കോയിലൊക്കെ പിന്നെ വണ്ടിയായിട്ട് നമ്മൾ അറ്റാച്ചായി ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം ഒരു സ്പോർട്സിലോട്ടൊക്കെ പോകുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. പിന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഹൈവേയിലൊക്കെ കയറുമ്പോഴത്തേക്ക് കാറ്റൊക്കെ പിടിക്കും. അത് ഉറപ്പായിട്ടൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു ടോപ്പ് എൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 90 അവനും ഒരു 90-91 വരെയൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ അത്രയും കയറുന്നില്ലെന്ന് അവൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ ബെൽറ്റ് ഡ്രൈവിന് എന്തോ ഇഷ്യൂ അത് ഒന്ന് മെയിൻ്റനൻസ് എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നിടത്തോളം കാര്യം ബെൽറ്റ് ഡ്രൈവ് മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ബെൽറ്റ് ഡ്രൈവിലോട്ട് പോകുന്നത് തന്നെ. ഞാനും ഇടയ്ക്ക് വെച്ച് എൻ്റെ വണ്ടി ബുള്ളറ്റിലൊക്കെ ബെൽറ്റ് ഡ്രൈവ് കൺവേർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വണ്ടി കൺവേർട്ട് ചെയ്യുന്നതൊക്കെ വിചാരിച്ചാണ്. പിന്നെ എൻ്റെ പ്രൈസ് കേട്ടപ്പോഴാണ് വിട്ടത് 16,000 രൂപ. അതൊരു വളരെ എമൗണ്ട് തന്നെയാണ് ഇപ്പോൾ. പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോൾ ചെയ്താലൊക്കെ ആയി. എന്തായാലും ഇപ്പം ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
ആ ചേച്ചിയാണ് തിരിഞ്ഞെങ്കിലും നോക്കി, വേറെ ആരെങ്കിലും ആണെങ്കിൽ കൊണ്ട് കയറി ഇപ്പോഴേ ഇടിച്ചിട്ടേനെ. പക്ഷേ ഈ ഗട്ടറൊക്കെ കയറിയെങ്കിൽ ചെറിയൊരു അടി ബാക്കി കിട്ടിയത് കൊണ്ടാണ്. ഇതിലൊരു സിംഗിൾ മോണോഷോക്ക് പോലത്തെ സ്പ്രിങ്ങാണ് വരുന്നത്. കുഴപ്പമില്ല. ഇലക്ട്രിക് വണ്ടികൾ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതൊരു അടിക്കുന്നതായിരിക്കും എന്താണ് ബെറ്റർ. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് വീഡിയോ കണ്ടതും റെഫർ ചെയ്ത് എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓലയിലൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടും റിലയബിൾ അല്ല, അവിടെ ഇവിടെ വഴിയിലാവും. പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് അവർ പറയുന്നതാണ് കീലെസ് ഇഗ്നിഷൻ. ലോക്ക് അടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ അതിന് പോരാൻ വേണ്ടി ഞാൻ അവിടുത്തെ മഴയത്തൊക്കെ നിൽക്കുന്നുണ്ട് കയറി. അവൻ മഴയാണ്ട് കയറിയെന്നല്ല, വെള്ളം നനഞ്ഞ് ടച്ച് വർക്കാവുന്നില്ല. അപ്പോൾ അവന് വണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ മഴയൊക്കെ തോന്നുന്നു, അതൊക്കെ ഉണങ്ങിയാലേ ലോക്കൊക്കെ അടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കീ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമൊന്നും ഫേസ് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ മഴയത്ത് ടച്ച് വർക്കായില്ലെങ്കിലും ഈ ഒരു ജോയ്സ്റ്റിക്ക് വെച്ച് നിങ്ങൾക്ക് വണ്ടി മോഡ്സ് മാറ്റാനും കൺട്രോൾ ചെയ്യാനും എല്ലാം പറ്റും. ഇതിനെ രാത്രി വിസിബിലിറ്റിയൊക്കെ അല്ലേക്ക് ഉണ്ട്. കാരണം ഇവന്ന് എൻ്റെ വീട്ടിൽ ചാർജ് ചെയ്യാൻ വന്നാലും പറഞ്ഞില്ല മുൻപടി പോയിട്ട്. അപ്പോഴത്തേക്കും രാത്രി ഞാൻ കണ്ടതായിരുന്നു, അല്ലെങ്കിൽ റോഡ് വിസിബിലിറ്റിയൊക്കെ കിട്ടും. ഈ വണ്ടിയിൽ ഈ ഒരു വളവൊക്കെ എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. വെയിറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ ഒരു 50-60 വരെ ഇത് കയറുന്നു, നല്ല രീതിക്ക് കയറും. പക്ഷെ അവിടെ നിന്ന് കുറച്ച് പിന്നെ ലാഗാണ്. അപ്പോൾ ആ ഒരു സ്പീഡ് വരെയൊക്കെ വണ്ടിക്ക് അടിക്കാൻ പറ്റും. അല്ലാതെ V4 അടിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ എപ്പോഴും പറയാം, ടോപ്പ് എൻ്റെ ഒക്കെ ലേക്ക് കൂടുതലാണ്. ഇൻഡിക്കേറ്റർ ഗൈസ്, ഇതിൽ മറ്റേ അലാറം അടിക്കുന്ന കണക്ക് ബീപ്പ് സൗണ്ടൊക്കെ ഉണ്ട്. റിവേഴ്സ് ഇടുമ്പോഴും ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും എല്ലാം. ഞാനെന്തോ ഒരു ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് ഓടിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിൽ പാട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. വണ്ടി ഇനി തിരിച്ചുകൊണ്ട് അവൻ്റെ കൊടുക്കാം. ഈ വണ്ടി അവ എടുത്തുവന്നപ്പോൾ ഞാൻ രാത്രി കണ്ടപ്പോൾ വേറെ എന്തോ കളറാണ് വിചാരിച്ചത്. ഇന്ന് റിവ്യൂ എടുക്കാൻ വന്നപ്പോൾ അത് റെഡാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ ഗൗതമിൻ്റെ രഥമെന്ന് ഈ ഒരു വണ്ടിക്ക് തമിഴിൽ കൊടുക്കാൻ കാരണം എന്തെല്ലാം തമിഴിലൊക്കെയാണ് ട്രെൻഡിങ്. കുറച്ച് ബൈറ്റ് ഉണ്ടെങ്കിൽ അത് കയറി നോക്കൂ. ഇത് ബൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൗതത്തിൻ്റെ വണ്ടിയായിട്ട് ഗൗതത്തിൻ്റെ രഥം കൊള്ളാല്ലേ. ഞാൻ വെച്ച് വണ്ടി ഓഫായെന്ന്, പക്ഷേ ഓഫായതല്ല. അങ്ങനെയാണ് വണ്ടി. പിന്നെ എൻ്റെ ബാക്കിലത്തെ ഈ ഒരു പൊസിഷൻ, ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ച് കാല് വെക്കുന്ന സ്പേസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, 1-2 ദിവസം വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. എൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഈ ഒരു ഹാൻഡിലാണ് വരുന്നത്. ഞാൻ കുറച്ച് നേരം നോക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി റിവ്യൂ എനിക്ക് പറ്റുന്ന ഇതിലൊക്കെ ഞാൻ സിൻസിയറായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് അതേപോലെ ഇറങ്ങിപ്പോൾ പറ്റുമെങ്കിൽ ലൈക്ക് മേടിച്ചൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വണ്ടിയിലേക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ ഇവിടെ ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ ഇൻസ്റ്റയിൽ കൂടെ ഒക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്കുകളൊക്കെ എൻ്റെ അക്കൗണ്ട് ഭാഗത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ.